ഡോക്ടർ സി.ജെ. റോയ് ആത്മഹത്യ ചെയ്തിട്ട് ഇന്നേക്ക് 7 ദിവസം തികയുന്നു. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മരണകാരണം എന്താണെന്ന ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. എല്ലാ പേരും അവരവർക്കിഷ്ടമുള്ള രീതിയിൽ ഓരോരോ കഥകൾ പറയുന്നുണ്ട്. ചിലർ നല്ല രീതിയിൽ കളർ ചേർത്തും മറ്റു ചിലർ എരിവും പുളിയും ഒക്കെ ചേർത്തും പറയുന്നുണ്ട്. മരിച്ചവൻ്റെ കുഴിമാടം തോണ്ടാൻ പലർക്ക് നല്ല ഉത്സാഹമാണ്. പക്ഷേ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഒരാൾ പോലും അദ്ദേഹത്തിനെതിരെ ഒരു വരി പോലും എഴുതിയും പറഞ്ഞും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. എല്ലാവരും ബഹുമാനത്തോടെ കണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ മരണം ആത്മഹത്യ ആയതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിനെതിരെ ഇത്രയേറെ മോശം കമൻറ്റുകൾ ഉണ്ടാകുന്നത്. ജീവിതം ആഘോഷമാക്കിയ ആൾ, കോൺഫിഡൻ്റ് എന്ന വാക്കിനെ അക്ഷരാർത്ഥത്തിൽ സ്വന്തം ജീവിതം കൊണ്ട് അർത്ഥവത്താക്കാൻ ശ്രമിച്ച ആൾ, ജീവിതത്തിൽ അസാധ്യമായതൊന്നുമില്ല എന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ച ആൾ, എന്നിട്ടും എന്തുകൊണ്ടായിരിക്കാം ഒരൊറ്റ നിമിഷത്തിൽ വെറുമൊരു വെടിയുണ്ടയിൽ ആ ജീവിതവും ജീവനും നിന്നുപോയതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് മുന്നിൽ വന്ന് ഞാനൊരു സക്സസ്ഫുൾ പേഴ്സൺ ആണെന്ന് പറയുമ്പോൾ 100% എന്ന് ഒരിക്കലും കരുതരുത്. അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ ഒക്കെ സാധിച്ചിട്ടുണ്ടാകാം. പക്ഷേ അതുകൊണ്ട് അയാൾ 100% സക്സസ് ആകണമെന്നില്ല. മാനസികാരോഗ്യം എന്നൊരു ഘടകം നമുക്കുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സക്സസ് അവിടെയാണുള്ളത്. ജീവിതകാലം മുഴുവനും വാടക വീട്ടിൽ കഴിയാൻ വിധിക്കപ്പെട്ട സാധാരണക്കാരായ ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അന്നന്നത്തെ വരുമാനം കൊണ്ട് മാത്രം 3 നേരവും ഭക്ഷണം കഴിക്കുന്നവർ ഉണ്ട്. അവരിൽ ഏറിയ ഭാഗവും വളരെ സന്തോഷവാന്മാരാണ്. ചെറിയ സ്വപ്നങ്ങൾ മാത്രമുള്ളവരാണ്. റോയ് സാറിനൊക്കെ ഇല്ലാതെ പോയ ഒന്ന് അവർക്കുണ്ട്: മാനസികാരോഗ്യം. ഏത് പ്രതിസന്ധിയിലും ഉലഞ്ഞു പോകാത്ത, ആർക്കും ചോർത്തിക്കളയാൻ പറ്റാത്ത വിധമുള്ള മനസ്സിൻ്റെ ആരോഗ്യം. നമ്മുടെ പ്രധാന സമ്പത്ത് തന്നെ നമ്മുടെ മാനസികാരോഗ്യമാണ്. അതില്ല എങ്കിൽ നമ്മൾ കെട്ടിപ്പൊക്കുന്നതെല്ലാം ചെറിയൊരു കാറ്റോ മഴയോ മതി തകർന്നു വീഴാൻ. ചാനലുകളിലും സമൂഹ മാധ്യമങ്ങളിലും തിളങ്ങി നിൽക്കുന്നതൊക്കെ പെട്ടെന്ന് മങ്ങിപ്പോകുന്നവയാണെന്ന സന്ദേശം കൂടിയാണ് റോയ് സാറിൻ്റെ മരണം നമുക്ക് നൽകുന്നത്. പലപ്പോഴും പലരും പറയാറുണ്ട്, പലരുടെയും വാട്സപ്പ് സ്റ്റാറ്റസ് കാണുമ്പോൾ സ്വന്തം ജീവിതത്തെക്കുറിച്ച് നിരാശ തോന്നാറുണ്ട് എന്ന്. കെട്ടിപ്പിടിച്ച് ചിരിച്ചു നിൽക്കുന്ന ഭാര്യയും ഭർത്താവും കുട്ടികളുമൊക്കെ അടങ്ങിയ സ്റ്റാറ്റസ് പലരെയും വിഷമിപ്പിക്കാറുണ്ടത്രേ. ആ കെട്ടിപ്പിടിയും ചിരിയുമൊക്കെ ആ വാട്സപ്പ് സ്റ്റാറ്റസിൽ മാത്രം ഒതുങ്ങുന്നതാണെന്ന സത്യം എത്ര പേർക്കറിയാം? ഇതൊക്കെ ഞങ്ങൾ സന്തോഷവാന്മാരാണേ എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമുള്ളതാണെന്ന സത്യം പലർക്കും അറിയില്ല. ജീവിതം ഒന്നേയുള്ളൂ. അത് സത്യത്തിനും നീതിക്കും വേണ്ടി ജീവിക്കുക. എന്താണോ നമുക്കുള്ളത് അതിൽ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുക. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. ഈ നിമിഷവും കടന്നു പോകും എന്ന് വിശ്വസിക്കുക. സമാധാനത്തോടെ ജീവിക്കാൻ പഠിക്കുക.